जान ले इश्क मुर्शिद मेरा. ഷിബ്ര വന്നതും അവളുടെ ഫ്രണ്ട് മലിഹ അവളെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഷാമീർ ഫറാസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളുടെ മുന്നിലേക്ക് വരാൻ മടിച്ചത്? എന്തോ ഉണ്ടല്ലോ. ഇവിടെ ഷിബ്രയും മലിഹയും കൂടി അത് തന്നെയായിരുന്നു ചർച്ച. അതായത് നമ്മുടെ ഫറാസ് മലിഹയുമായി റിലേഷനിരിക്കെ വേറൊരു പെണ്ണുമായി ഡേറ്റ് ചെയ്യുന്നത് അറിഞ്ഞ് ഷിബ്ര അവനോട് ചോദിക്കാൻ ചെന്നതും ഇവിടെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഫറാസ് അവിടെ ബോധം കെട്ട് വീഴുന്നു. ഈ കഥ കേട്ടതും ഷാമീർ ചിരിക്കാൻ തുടങ്ങി. ഷിബ്രയും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ സുലൈമാനും ഷിബ്രയുടെ ഉമ്മ സഫിയയും സുഹൈബിന്റെ ജോലിക്കാരുമാണ് സംസാരിക്കുന്നത്. നമ്മുടെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനല്ലേ, നിങ്ങളുടെ സഹോദരിയുടെ മോനല്ലേ എന്നും സഫിയ ചോദിക്കുമ്പോൾ സുലൈമാൻ പറയുന്നുണ്ട്, മോളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ ഹറാം ചെയ്യണമെന്നാണോ നീ പറയുന്നത്? ഇനി ഇതിന്റെ പേരിൽ സുക്കൈനയുടെ നിക്കാഹ് മുടങ്ങിയാലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും പറഞ്ഞ് അയാൾ നോക്കുമ്പോൾ സുക്കൈന ഇതെല്ലാം കേട്ടിട്ട് മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അയാൾക്കാകെ സങ്കടാവുന്നു. കല്യാണ പെണ്ണുമായിട്ട് പന്തലിലേക്ക് വരാണ് ഷിബ്രയും കൂട്ടരും. എല്ലാവരുടെയും കണ്ണ് മലിഹയിലാണെങ്കിൽ നമ്മുടെ ഷാമീറിന്റെ കണ്ണ് മാത്രം ഷിബ്രയിൽ മാത്രമായിരുന്നു. ഇത്ര നോക്കിയിട്ട് മതി വരാത്തതുപോലെ. ഇതേ സമയം ഫറാസിന്റെ ഉപ്പ മലിഹയുടെ പാരന്റ്സുമായിട്ട് സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഏതോ വില കൂടിയ വണ്ടി കൊടുക്കാമെന്നാണ് മലിഹയുടെ പാരന്റ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ അവർ പറഞ്ഞതിനേക്കാൾ വില കുറഞ്ഞ വണ്ടി കൊടുത്തിട്ട് തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞാണ് ഫറാസിന്റെ ഉപ്പ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് വന്ന ഷിബ്ര ഇത് കേട്ടതും അയാളോട് പ്രതികരിക്കുന്നു. അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ ആരോടാ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് അയാൾ ചൂടാവുന്നു. എന്നാൽ ഷിബ്ര പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കുന്നത് ഫറാസാണ്, അവനോട് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ഫറാസിന്റെ അടുത്തേക്ക് പോകുന്നു. ഫറാസിനോട് അവൾ നിനക്ക് എത്ര സ്ത്രീധനം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഫറാസും മലിഹയും ആകെ വല്ലാതാവുന്നു. നീ എന്താ ഷിബ്ര ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉണ്ടായ സംഭവങ്ങൾ പറയുന്നു. മലിഹയുടെ പാരന്റ്സ് 50 ലക്ഷത്തിന്റെ കാറാണ് നിനക്ക് സ്ത്രീധനമായി തരുന്നത്. അതും പോരാഞ്ഞിട്ട് അതിനേക്കാളൊക്കെ വിലമതിക്കുന്ന അവരുടെ ഏക മകളെയാണ് നിനക്ക് നൽകുന്നത്. എന്നിട്ടും നിന്റെ ഉപ്പക്കത് തികയുന്നില്ല. നിന്റെ ഉപ്പാന്റെ ന്യായം ശരിയാണോ ഫറാസ് എന്ന് ഷിബ്ര ചോദിച്ചതും ഫറാസ് അവന്റെ ഉപ്പാന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ ഉപ്പാനോട് പോയിട്ട് സംസാരിച്ചിട്ട് അത് നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആവുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട ഷമീറിന് ഷിബ്രയോട് നല്ല മതിപ്പ് തോന്നുന്നു. അവളോട് അടങ്ങാത്ത പ്രണയം തോന്നുന്നു. അപ്പോഴേക്കും അവൾ അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയ ഷിബ്ര കാണുന്നത് ടെറസിൽ കിടന്നുറങ്ങുന്ന സുക്കൈനയാണ്. എന്താ പ്രശ്നം എന്ന് അവൾ ചോദിക്കുമ്പോൾ സുക്കൈന ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഷിബ്രക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സുഹൈബിന്റെ കാര്യമാണ് അവളുടെ പ്രശ്നമെന്ന്. സുക്കൈന ഉപ്പയെയും ഷിബ്രയെയും കുറ്റം പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇതേ സമയം ഷാമിർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവനെ എപ്പോഴും അവന്റെ ഉപ്പ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫറാസിന്റെയും മലിഹയുടെയും ഫസ്റ്റ് നൈറ്റ് ആണ്. മലേഹയോടൊന്ന് സംസാരിക്കുമ്പോഴേക്കും സ്വർഗത്തിലെ കട്ടും വന്ന പോലെ ഷാമിറിന്റെ കോൾ വരുന്നുണ്ട്. ഫറാസ് കോൾ അറ്റൻഡ് ചെയ്തതും എനിക്ക് തന്നെ ഉടനെ കാണണമെന്നും ഷാമിർ പറയുന്നുണ്ട്. എന്നാൽ നിന്നെയല്ല, ഞാൻ മലിയയാണ് നിക്കാഹ് ചെയ്തെന്നും പറഞ്ഞ് ഫറാസ് കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ആകെ വെപ്രാളപ്പെട്ട് മലിയയുടെ വിരലിലേക്ക് ടെൻഷനോടെ റിങ് ഇടാൻ തുടങ്ങുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നു. ഡോർ തുറന്നതും കട്ടുറുമ്പ് സ്വർഗത്തിലേക്ക് ഇടിച്ചു കയറി വന്നു. മലിഹയോട് സോറി പറഞ്ഞുകൊണ്ട് ഷാമിർ ഷിബ്രയെ കുറിച്ച് അവളോട് ചോദിക്കുന്നു. എന്നാൽ മലിഹ എടുത്തടിച്ച പോലെ ഷാമിറിനോട് അവളെ മറന്നേക്കാൻ പറയുന്നു. അതെന്താന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്റെ ഈ ലുക്ക്, നിന്റെ എക്സ്പെൻസീവ് റിംഗ്, വാച്ച് ഇതൊന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെന്താണ് അവൾക്ക് ഇഷ്ടമെന്ന് ഷമീർ ചോദിക്കുമ്പോൾ നിനക്കൊരിക്കലും അവൾക്ക് വേണ്ടി മാറാൻ കഴിയില്ല എന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി അവനെ അവിടെ നിന്നും നൈസായിട്ട് അയക്കുന്നു. ഇവിടെ സുഹൈബും ഉമ്മയും ജോലിക്കാരും സംസാരിക്കുകയാണ്. സുഹൈബ് പറയുന്നുണ്ട്, എത്ര കാലമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് സുക്കൈനയുമായിട്ടുള്ള കല്യാണത്തിന്, ഇനി എന്ന് ജോലി കിട്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഉമ്മ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ സുബൈർ സാബിന്റെ മോളെ വിവാഹം കഴിക്കാൻ. അവളെ കെട്ടിയിരുന്നെങ്കിൽ ജോലിയും വണ്ടിയൊക്കെ കിട്ടിയേനെ. നീ എന്റെ വാക്ക് കേൾക്കില്ലല്ലോ, നിനക്ക് സുക്കൈനെ തന്നെ വേണമല്ലോ എന്നും പറഞ്ഞവര് ദേഷ്യപ്പെടുന്നുണ്ട്. ദാവൂദ് ഷമീറിനോട് ഫറായുമായിട്ട് നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഫറ എന്ന് പറയുന്നത് ഷമീറിന്റെ സ്റ്റെപ്പ് മദർ ആണ്. നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ഒരു മോനെ പോലെ കെയർ ചെയ്യുന്നില്ലേ, നിന്റെ ഉമ്മയെ നല്ല പോലെ നോക്കിയിരുന്നില്ലേ എന്നൊക്കെ ഇപ്പൊ ചോദിക്കുമ്പോൾ ഷമീർ പറയുന്നുണ്ട്, ഉമ്മയെ നോക്കിയത് അവർ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നീ അതൊക്കെ ഇനി മറന്നു കളയണമെന്ന് അയാൾ പറയുമ്പോൾ എനിക്ക് എന്റെ ഉമ്മയെ മറന്നൊരു ജീവിതമേ ഇല്ലെന്നും പറഞ്ഞ് ഷമീർ അവിടെ നിന്നും പോകുന്നു. ഷിബ്രയും ഫാമിലിയും കിച്ചണിൽ ഒരുമിച്ച് കുക്ക് ചെയ്യുവാണ്. അതിനിടയ്ക്ക് ഷിബ്രയുടെ ഉമ്മയ്ക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ വന്നിട്ട് അവരാകെ അസ്വസ്ഥയാവുന്നുണ്ട്. ഷമീർ രാവിലെ തന്നെ ഫറാസിനെയും കൂട്ടി ഷിബ്രയെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ബസ് വന്നതും ഷിബ്ര കയറിയ ബസ്സിൽ അവന് ഓടിക്കയറുന്നു. ഷമീർ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് എണീറ്റ് നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ UK പഠിച്ചു വളർന്ന ഷമീറിന് നാട്ടിലെ ബസ്സും സ്മെല്ലും പിടിക്കാതെ ഛർദിക്കാൻ വന്നിട്ട് അവൻ പകുതിക്കിറങ്ങുന്നു. അപ്പോഴേക്കും ഫറാസ് അവിടേക്ക് വന്നിട്ട് അവനെ കളിയാക്കി ചിരിക്കുന്നു. എന്നാലും താൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഭാവത്തോടെ അവൻ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കയറുന്നുണ്ട്. അവിടുന്ന് ചായ വാങ്ങിയിട്ട് കുടിക്കുന്നു. കാരണം ഷിബ്രയ്ക്ക് പണക്കാരെ ഇഷ്ടമല്ലല്ലോ, പാവപ്പെട്ട ആളുകളെയാണല്ലോ ഇഷ്ടം.
നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് ഷാമീറിനെ കളിയാക്കുവാണ് ഫറാസ്. ഷിബ്രയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ എന്ത് ഭ്രാന്ത് വേണമെങ്കിലും ചെയ്യും, അതിനെൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അതിന് നിന്റെ ഹെൽപ്പ് വേണമെന്ന് ഷാമീർ പറയുന്നു. ഷാമീർ ഒരു പാവപ്പെട്ട വീട്ടിലെയാണെന്ന് ഷിബ്രയോട് മലിയയെ കൊണ്ട് കള്ളം പറയിപ്പിക്കണമെന്നായിരുന്നു ഐഡിയ. എന്നാൽ ഇത് കേട്ടതും ഷാമീറിനോടും ഫറാസിനോടും മലിയ ചൂടാവുന്നു. എന്നാലും ഷാമീർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ ഷിബ്രയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവരറിയുന്നത് ഷിബ്രയെ പെണ്ണ് കാണാൻ ഇന്നൊരു പയ്യൻ വരുന്നുണ്ടെന്ന്. ഇത് കേട്ടതും ഷാമീറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെത്തിയെന്നും പറഞ്ഞ് ഷിബ്ര ഫോൺ കട്ട് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും പെണ്ണ് കാണൽ മുടക്കണം എന്നും പറഞ്ഞ് ഷാമീർ മലിയയെ ഷിബ്രയുടെ അടുത്തേക്ക് അയക്കുന്നു. എങ്ങനെയെങ്കിലും പെണ്ണ് കാണൽ മുടക്കണമെന്നും പറഞ്ഞ് ഷാമീർ മലിഹയെ ഷിബ്രയുടെ അടുത്തേക്ക് അയക്കുന്നു. ഫറാസും മലിഹയും ഒരു പ്രശ്നവുമില്ലാതെ ഒന്നിക്കാൻ നീയും ഒരു കാരണമായിട്ടുണ്ടെന്നും പറഞ്ഞ് ഷിബ്രയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനെന്ന പോലെയാണ് മലിഹയുടെ വരവ്. ഷാമീറിന് കേൾക്കാൻ വേണ്ടി അവനെ വിളിച്ചിട്ട് ഷിബ്ര അറിയാതെ ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് മലിഹ അവളോട് സംസാരിക്കുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഷിബ്ര, നീ അന്ന് എൻ്റെ കല്യാണത്തിന് വന്നില്ലേ, അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നില്ലേ? മലിഹ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഷിബ്ര ഇടക്ക് കയറി പറയുന്നുണ്ട്, അവൻ എന്നെ ഇഷ്ടമായി, എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മലിഹ പറയുന്നുണ്ട്, ആ ഷിബ്ര നല്ല പയ്യനാ, നല്ല ഫാമിലിയാണെന്ന് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, എൻ്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെടണം. ഉപ്പാൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. എന്നാൽ ഉപ്പാക്കൊരു പയ്യനെ ഇഷ്ടപ്പെടാമെന്ന് പറയുന്നത് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഹലാലായ രീതിയിൽ ജീവിക്കുന്ന ആളാവണമെന്ന് ഷിബ്ര പറയുമ്പോൾ മലിഹ പറയുന്നുണ്ട്, അവന് നിന്നെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയായിരിക്കും.